നിങ്ങൾ ഇതുപോലെ പെർഫ്യൂം നെക്കിൽ അടിക്കുന്നവരാണോ എങ്കിൽ സൂക്ഷിക്കുക. പെർഫ്യൂം കഴുത്തിൽ അടിക്കുന്ന സമയത്ത് അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ ബാധിക്കും. തൈറോയ്ഡ് ഗ്ലാൻഡിനെ ഒരിക്കലും സാധാരണ ഒരു ബോഡി പാർട്ട് പോലെ കാണരുത്. ഇത് ശരീരത്തിലെ പല പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ എനർജി ലെവൽ, നമ്മുടെ മാനസിക നില, ഹൃദയത്തിന്റെ ആരോഗ്യം, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, ഗ്രോത്തിനെ നിയന്ത്രിക്കുന്നത്, അതുപോലെ തന്നെ ഹോർമോണൽ ഇഷ്യൂസ്. പെർഫ്യൂം സ്ഥിരമായിട്ട് കഴുത്തിൽ അടിക്കുമ്പോൾ ഇതിലെ കെമിക്കൽസ് ആയ ഫാലേറ്റ്, പാരഫിൻ സ്കിന്നിലൂടെ ബ്ലഡ് സ്ട്രീം വഴി എൻട്രി ചെയ്ത് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനത്തെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കുന്നു. സോ നിങ്ങൾ നെക്സ്റ്റ് ടൈം പെർഫ്യൂം അടിക്കുന്ന സമയത്ത് കഴുത്തിൽ അടിക്കുന്നതിന് പകരം ക്ലോത്ത് നിന്ന് ഏകദേശം ഒരു 10 മുതൽ 15 സെന്റിമീറ്റർ വരെ അകലത്തിൽ വെച്ച് സ്പ്രേ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ ആരെങ്കിലും ഇതുപോലെ പെർഫ്യൂം അടിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾ പെർഫ്യൂം അടിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്കിന്നിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനോ ദോഷമില്ലാത്ത എങ്ങനെ പെർഫ്യൂം അടിക്കാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളും എന്നെ പോലെ ഒരു പെർഫ്യൂം ലവർ ആണെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് പെർഫ്യൂം ബ്രാൻഡ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പേജ് ഫോളോ ചെയ്യുക.